നമസ്കാരം, സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ താരവും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയായ ധർമ്മജൻ ഒരു ഇന്റർവ്യൂവിൽ താൻ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ചുവെന്ന് സരസമായി പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ വീട്ടുകാരെ തോൽപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത് വീരകൃത്യമായി ചിത്രീകരിക്കപ്പെടുന്ന സിനിമകളുള്ള ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ ഉണ്ടായാൽ അതിശയിക്കാനില്ല. ഏതെങ്കിലും ഒരു സമുദായത്തിൽ അംഗബലവും പരസ്പരം സഹായിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണെങ്കിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന സംഘത്തിന്റെ വലിപ്പവും കൂടും. ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ വിവാഹം കഴിക്കാൻ അനുവദിക്കണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുവികാരം. മാതാപിതാക്കൾ കുട്ടികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി പ്രണയത്തിൽ നിന്ന് വേർപിരിക്കുന്നതിനോട് സിനിമാക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഇപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ മാതാപിതാക്കൾക്ക് സ്വകാര്യമായി സംസാരിച്ച് പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ അവസരം കിട്ടുകയുമില്ല. ചോദ്യം ഇതാണ്: ബാഹ്യസമ്മർദ്ദം കൊണ്ട് ഒരിക്കലും ഒരു പ്രണയത്തെ പിരിക്കാൻ പാടില്ല, അത് ശരിയാണ്. എന്നാൽ സമ്മർദ്ദത്തിൽ ആഴ്ത്തി ഒരു പെൺകുട്ടിയെ പ്രണയത്തിൽ പെടുത്തുന്നത് ശരിയാണോ? ഒരു പ്രണയത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സ്വയം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സമ്മർദ്ദത്തെയും ഭയക്കാതെ പ്രണയം ഉപേക്ഷിക്കാനുള്ള പരിരക്ഷ കേരളത്തിൽ ലഭ്യമാണോ? ഞാൻ ഈ പുരുഷന്റെ കൂടെ പോകുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നൊരു പെൺകുട്ടി പറയുന്നത് അദൃശ്യമായ ഒരു വാൾമുനയുടെ മുന്നിൽ നിന്നുകൊണ്ടാണോ? വിവാഹത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് സഹായങ്ങൾ ചെയ്യാൻ പോലീസും കോടതിയും ഒക്കെയുള്ള ഈ കേരളത്തിൽ പ്രണയത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിക്ക് സുരക്ഷയൊരുക്കാൻ എന്ത് സംവിധാനമാണ് ഉള്ളത്? സമ്മർദ്ദത്തിലാഴ്ത്തിയുള്ള പ്രണയമൊക്കെ തെളിയിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ കാര്യഗൗരവത്തോടെ ബാഹ്യസമ്മർദ്ദം കൂടാതെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനും നന്മയിലേക്ക് നയിക്കാത്ത പ്രണയബന്ധങ്ങളിൽ നിന്ന് പിന്മാറാനും ജീവിതത്തിൽ ശ്രദ്ധിക്കാനും ജാതിമത ഭേദമന്യേ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്ന സാമൂഹ്യവും നിയമപരവുമായ അനുകൂല സാഹചര്യം കേരളത്തിൽ ഉണ്ടായേ തീരൂ. ഇതൊന്നുമില്ലാത്ത ഇന്നത്തെ അവസ്ഥ മതസംഘർഷങ്ങളിലേക്ക് പോലും നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സമ്മർദ്ദത്തിൽ വീഴ്ത്തി പ്രണയത്തിൽ വീഴ്ത്തുക, ഭീഷണിപ്പെടുത്തി വിവാഹത്തിന് സമ്മതിപ്പിക്കുക, ആൾബലം കാട്ടി പെൺകുട്ടിയെ നിശബ്ദയാക്കി സ്വന്തം താല്പര്യപ്രകാരം പോകുന്നുവെന്ന് പറയുക, ഇതൊന്നും ഒരു മതവും ആഗ്രഹിക്കുന്നില്ല, ഒരു സമുദായവും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിനെതിരെ എല്ലാ മതങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും എല്ലാ സമൂഹങ്ങൾക്കും ഒരുമിച്ച് വരാൻ സാധിക്കുകയില്ലേ? ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച തുടരുകയാണ്. നമ്മോടൊപ്പം ഈ തുടർ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രൊഫസർ PC അനിയൻ കുഞ്ഞ്, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ, ഫാദർ വർഗീസ് വള്ളിക്കാട്, CBCI ലൈറ്റ് കമ്മീഷൻ സെക്രട്ടറി ഷെവലിയാർ VC സെബാസ്റ്റ്യൻ. ഈ ചോദ്യം അനിയൻ കുഞ്ഞ് സാറിനോടാണെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിലെങ്കിലും ഉത്തരം പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം മതമുള്ള വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ സ്ത്രീകൾക്ക്, അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സുരക്ഷയുണ്ട്. കാരണം അവിടെ നിയമം കൃത്യമായും നടപ്പിലാകുന്നുണ്ട്, വളരെ ശക്തമായ നിയമങ്ങളുണ്ട്. അവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവിടെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാധ്യത അന്വേഷിക്കുന്നവർ വരുന്നുണ്ടാകാം, പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ ശക്തമാണ് അവിടുത്തെ രീതികൾ. നമ്മള് വളരെ ഇതിന്റെ ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം മതത്തിൽപ്പെട്ട കുട്ടികളോട് കൂട്ടുകൂടരുതെന്നൊക്കെ പറയുന്ന അതിദയനീയമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് കേരളം പോകുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം ഉത്തരേന്ത്യയിലൊക്കെ മതസംഘർഷങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ നടക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്ക് ഇനി ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടം തന്നെയാണ്. അതിൽ നിന്നാണ് ഈ അവസ്ഥയിൽ നമ്മൾ എത്തിയത്. അതുകൊണ്ട് ലോകത്ത് എവിടെയൊക്കെ ഇതൊക്കെ സംഭവിച്ചാലും ഇവിടെ നമ്മൾ ഒരുമിച്ച് പോകും എന്ന രീതിയിൽ വരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരാതിരിക്കുവാൻ പറ്റുന്ന ചില വേലിക്കെട്ടുകൾ പണിയാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്പർദ്ധ ഇങ്ങനെ നിൽക്കും. അപ്പൊ അങ്ങയോടും എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, എന്തു ചെയ്താൽ പല രാജ്യങ്ങളിലും സാധിക്കുന്നത് പോലെ ഒരു പരിധി വിട്ട് ഇതൊന്നും വളരാത്ത രീതിയിലും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജയശങ്കർ സാറും ശ്രീകാട്ടക്ഷനും സെബാസ്റ്റ്യൻ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ അപകടകരമായ ഒരു പ്രവണതയുടെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമാണ്. ആ ശുഭാപ്തി വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഉണരണമെന്നുള്ളതാണ്. കുറ്റകൃത്യം ചെയ്യുന്ന ന്യൂനപക്ഷത്തെക്കാൾ അവർ ചെയ്യുന്ന തിന്മയേക്കാൾ ഗൗരവതരമാണ് നിസ്സംഗരായി നിൽക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ അവസ്ഥ. വാസ്തവത്തിൽ നമ്മളുടെ പ്രത്യേകിച്ച് കേരള സംസ്കാരത്തിന്റെ വലിയ ഒരു കരുത്തെന്ന് പറയുന്നത് സഹവർത്തിത്വത്തിന്റെ കരുത്താണ്. വൃക്ഷലതാദികൾ നോക്കിയാട്ടെ,
അവ തമ്മിൽ മല്ലടിക്കുന്നില്ലല്ലോ. മല്ലടിച്ചാൽ പ്രകൃതി കെട്ടുപോകും. ഈ പാഠം നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ലേ? ഇത്രയും നാൾ വിദ്യാഭ്യാസം ചെയ്തിട്ടും സങ്കടകരമാണ് ഈ ഒരു അവസ്ഥ. എനിക്ക് മാത്രം നിലനിന്നാൽ മതി, അത് എന്റെ വർഗത്തിന് മാത്രം നിലനിന്നാൽ മതി എന്നുള്ള സങ്കുചിതമായ അവസ്ഥ, അത് തികച്ചും അപകടകരമാണ്. നമ്മുടെ പൂർവികർ ഏത് മതത്തിൽപ്പെട്ട ആളുകൾ, ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും ഈ ഒരു സഹവർത്തിത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു എന്നുള്ളതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ജയശങ്കർ സാറ് സുഹൃത്തിനോട് പറഞ്ഞ് അവർ തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ ആ വിവേകത്തിന്റെ മുത്തു കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് സാർവദേശീയമായിട്ട് വലിയ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുടുംബവും, കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കുടുംബത്തെയും ബാധിക്കുന്നത്, കാരണം രാഷ്ട്രത്തിന്റെ അടിസ്ഥാന കണ്ണി എന്ന് പറയുന്നത് കുടുംബമാണ്. മാതാപിതാക്കൾ പരാജയപ്പെടുന്നിടത്ത് നമുക്കറിയാം, ദ പവർ ഓഫ് എ സ്റ്റേറ്റ് എൻഡ്സ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് ഓഫ് ദ ഹോം. രാഷ്ട്രീയ അധികാരം അവസാനിക്കുന്നത് വീട്ടുപടിക്കലാണ്. പക്ഷെ ആ അധികാരം അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിനുള്ള രാഷ്ട്രീയ അധികാരം ശിഥിലമാവണം. അതായത് അപ്പൻ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ ഒരു അധികാരമുണ്ട്, അത് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ അധികാരം ബോധപൂർവം വിവേകപൂർവ്വം വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അവർ പരാജയപ്പെടുമ്പോൾ സ്റ്റേറ്റ് അകത്ത് കയറും. കാരണം അവരെ നേരെയാക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ അധിനിവേശത്തിന്റെ രീതിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. ഞെട്ടലോടുകൂടി നമ്മൾ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ നൊമ്പരം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉണർന്നെഴുന്നേൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതാണ് ജയശങ്കർ സാറും സൂചിപ്പിച്ചത്. കുറ്റകൃത്യം നടത്തുന്ന ആളുകൾക്ക്, ഞാൻ ചെറുപ്പക്കാരുടെ പക്ഷം സംസാരിക്കുന്ന ആളുകൾ, നമ്മളവിടെ പിഴപ്പിക്കുകയാണ് വാസ്തവത്തിൽ. കാരണം ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, ഒരു കുട്ടിയെ ഞാൻ ശിക്ഷിച്ചപ്പോൾ, വളരെ കുഞ്ഞു ക്ലാസ്സിലായിരുന്നപ്പോൾ ഒരു കുട്ടിയെ ഞാൻ ശിക്ഷിച്ചപ്പോൾ, ശിക്ഷ എന്ന് പറയാൻ ശിക്ഷണം നൽകിയപ്പോൾ അവന്റെ അപ്പനും അമ്മയും വന്ന് പറഞ്ഞത്, കാരണം അവൻ പരാതിപ്പെട്ടപ്പോൾ അവർ തിരികെ വന്ന് പറഞ്ഞത്, സാറേ അവന് ഒന്നുകൂടെ കൊടുക്കണം. പക്ഷെ വേറിട്ട അനുഭവമുണ്ട്. ആ കുട്ടി ഇന്ന് മിലിറ്ററിയിലെ ഒരു ഹയർ ഓഫീസറായിട്ട് നിൽക്കുമ്പോൾ അവൻ എന്നെ വാട്സാപ്പിലൂടെ നന്ദി പറയുന്നതും സന്ദേശം നൽകുന്നതും. കാരണം ശിശുവിന്റെ മനസ്സിൽ ഭോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ശിക്ഷണത്തിന്റെ വടി അതിനെ ആട്ടിപ്പായി. അത് നമുക്ക് അല്ലെങ്കിൽ മറ്റു മതസ്ഥരായ മാതാപിതാക്കളിൽ നിന്ന് പോലും നമ്മൾ ഒത്തിരി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സഹവർത്തിത്വത്തിന്റെ ജീവശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ട ഒരു അവസ്ഥ. വലിയൊരു ജീർണാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു വിശ്വാസത്തിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അവിടെ ദൈവം ഉണ്ടാവില്ല. അത്രയും പെട്ടെന്ന് പ്രതികരിച്ച് നാം നിർത്തുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ സുനിശ്ചിതവും പകരം വയ്ക്കുവാൻ സാധ്യമല്ലാത്തതുമായ ആ പങ്കിനെ അടിവരയിട്ടുകൊണ്ട്, ഞാൻ പഴഞ്ചനായി സംസാരിക്കുകയല്ല, അവിടെ തിരുത്തലുകൾ വേണം, സംവാദം വേണം. ഏറ്റവും അധികം സംവാദം നടക്കേണ്ടത് കുടുംബങ്ങളിലാണ്. ഞാൻ എൻ്റെ മക്കളോട് അവരുടെ മഹത്വത്തെയും മാന്യതയെയും മാനിച്ചുകൊണ്ട് തന്നെ അവരെ കേൾക്കുവാനും സംസാരിക്കുവാനും സാധിക്കുമ്പോൾ അവശേഷിക്കുന്നത് അപ്പന്റെ അമ്മയുടെ സ്വാധീനം, നിലനിൽക്കുന്ന സ്വാധീനം ഞാൻ മരിച്ചാലും അവരുടെ മേൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസം. വളരെ നന്ദി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അങ്ങ് ശിക്ഷണം അല്ലെങ്കിൽ മാതൃകാപരമായ, അതായത് സ്റ്റേറ്റിനെ വീട്ടിനകത്ത് കയറ്റാൻ അവസരം കൊണ്ടുവരാതെ മാതാപിതാക്കൾ നോക്കണമെന്ന് പറയുന്ന വലിയൊരു പാഠം, അത് എല്ലാ മതങ്ങളിലുള്ളവർക്കും ഇപ്പോൾ വളരെ ആവശ്യം നൽകേണ്ട, കുഞ്ഞിനെ അന്വേഷിച്ച് അകത്തേക്ക് പോലീസ് വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരാൻ പാടില്ല. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് മദ്രസയാകട്ടെ, മതബോധന കേന്ദ്രങ്ങളാകട്ടെ, അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇതിനെയൊക്കെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അനേക വർഷം പഠിച്ച കുട്ടികളാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ പ്രതികളായി തീരുന്നതും അപകടത്തിൽപ്പെടുന്നതും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് ഒരിക്കൽ കൂടി വരാം. അതായത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന രണ്ട് അഡ്വക്കേറ്റുമാർ ഇവിടെ ഉണ്ട്. എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള, ഞങ്ങളുടെ ഒരു പ്രേക്ഷകൻ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ വിഷയത്തിൽ പറഞ്ഞത്, പെൺകുട്ടികൾ ഒരു പ്രധാന ഘട്ടം വരുമ്പോൾ, ഈ പ്രണയ ചതിക്കുഴിയിൽ വീണിട്ട് ഒരു പ്രധാന ഘട്ടം വരുമ്പോൾ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാതിയായിട്ട് കാണുന്നത്. നമ്മൾ തിരുവനന്തപുരത്തും കണ്ടത്, ഈ അടുത്ത ദിവസം നടന്നൊരു സംഭവത്തിൽ കാണുന്നത് അതാണ്. പെൺകുട്ടിക്ക് ഒരു ഘട്ടം വരുമ്പോൾ പിന്മാറണമെന്ന് തോന്നുന്ന സമയത്ത് അവൾക്ക് പിന്മാറാൻ പറ്റാത്ത വിധത്തിൽ അസാധാരണമായ ഒരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടാവുകയും അവൾ ഭയപ്പെടുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. അപ്പോ പോക്സോ നിയമം പോലെ ഇതുപോലെ ഭയാനകമായ അവസ്ഥയിലെത്തുന്ന ഒരു പെൺകുട്ടിക്ക് എനിക്ക് പ്രതികരിക്കാൻ പറ്റും
എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുന്ന ഒരു സംവിധാനം ഇതുകൊണ്ട് എത്ര വലിയ ആളുകൾ വന്നാലും, ഈ തിരുവനന്തപുരത്ത് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ നാട്ടുകാര് വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ വന്നിട്ടും അവളെ രക്ഷപ്പെടുത്താനായിട്ട് ആ നാട്ടുകാർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് നാട്ടുകാർക്ക് ബലമുള്ളെടുത്തേ പറ്റത്തുള്ളൂ, ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്കൊന്നും സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സംവിധാനം കടന്നു വരികയാണ്. ഇപ്പൊ ഷംന കാസിം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ അന്ന് മാധ്യമങ്ങൾ അവളോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അന്ന് പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് പിന്നെന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ ഒരു വലിയ സുരക്ഷ നേരിടുന്നു തനിക്കുണ്ടെന്ന് തോന്നിയാൽ പെൺകുട്ടികൾ പ്രതികരിക്കും, അവർ രക്ഷപ്പെടും. അപ്പൊ ഈ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നിയമ സംവിധാനം, അതായത് അകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരസ്യം കൊടുക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചെയ്യാതെ തന്നെ പോക്സോയിലൊക്കെ കുട്ടികൾ ചെയ്യുന്നത് പോലെ രഹസ്യമായെങ്കിലും ഇന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു പെൺകുട്ടിക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഈ കേരളത്തിൽ വന്നാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പ്രതികളെ ട്രേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട്, അതായത് ഈ ആത്മഹത്യക്കുറിപ്പ് എന്ന് പറയുന്നത് പോലെ, മരണമൊഴി എന്നൊക്കെ പറയുന്നത് പോലെ, അത് ഉണ്ടായിപ്പോയാൽ പെട്ടുകഴിഞ്ഞാൽ അകത്ത് പോയത് തന്നെ എന്നൊക്കെ രീതിയിൽ വളരെ സ്ട്രോങ് ആയൊരു നിയമ സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ, പെൺകുട്ടികൾ അത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന രീതിയിൽ അവരെ നമ്മൾ പ്രാപ്തരാക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ഇതിൽ പലരും പെട്ടുപോകുന്നു എന്ന അവസ്ഥയിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു നിയമത്തിന്റെ അഭാവം ഇവിടെ ഒരു പ്രശ്നമാകുന്നുണ്ടോ? അത് സാർ പറഞ്ഞു തുടങ്ങാം. ഇത് നിയമപരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഇതുപോലുള്ള അക്രമ പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും ശക്തിക്കും. നിയമങ്ങൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഫലവത്തല്ല, പ്രവർത്തിക്കാത്ത നിയമങ്ങളാണ് ആദ്യം. പിന്നെ ഈ നിയമങ്ങളൊക്കെ അതിജീവിക്കാൻ കരുത്തും ആൾബലവും പണവും സ്വാധീനവും സമ്മർദ്ദവും ഒക്കെ ഉള്ളവരാണ് തീവ്രവാദികൾ എന്നുള്ളതുകൊണ്ട്. ഈ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളൊക്കെ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു. തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെല്ലുന്ന പോലീസുകാർ അവരുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കാഴ്ച. ഒന്നാമത് തീവ്രവാദികളെ പോലീസുകാർക്ക് പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവനെന്താണ് നാളെ ചെയ്യുക എന്ന് അവർക്കറിയില്ല. പോലീസുകാരൻ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവർ, അവരുടെ കുടുംബത്തിൽ അരി മേടിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവർ. തീവ്രവാദികളുമായിട്ടൊരു ഏറ്റുമുട്ടലിൽ പോകാൻ അവർ ആഗ്രഹിക്കും. രണ്ടാമത്, ഈ CPM-നകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടെന്ന് പറഞ്ഞ പോലെ പോലീസിനകത്തും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രൊഫസർ ജോസഫിന്റെ കേസ് അന്വേഷിക്കുമ്പോൾ NIA-യിലെ ഉദ്യോഗസ്ഥൻ പോലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഈ രീതിയിൽ മൊഴി കൊടുത്തിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഓർമ്മക്കുറിപ്പുകളിൽ പറയും. അപ്പൊ ആ രീതിയിലേക്കുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. എല്ലാ മേഖലകളിലും ഇവരുടെ സാന്നിധ്യം ഏറിയും കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നിയമപരമായ ഒരു പരിരക്ഷ താരതമ്യേന അസാധ്യമാണ്. അങ്ങനെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനേ പറ്റിയില്ല. യോഗി ആദിത്യനാഥ് ചെയ്ത പോലെ ലവ് ജിഹാദ് നിരോധിക്കുക, അതുകൊണ്ടൊന്നും വിശേഷം. പെൺകുട്ടികളെ ഒരു ഘട്ടത്തിൽ നിന്ന് പിന്തിരിയാൻ താല്പര്യപ്പെടും. അത് പെൺകുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ ഈ കേസിൽ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ഇതുപോലുള്ള ഏത് സംഭവത്തിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു വിവരാകെ പതറിപ്പോകും. ഈ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെടാത്ത ഏത് കേസിലും, തീവ്രവാദമൊന്നും വേണ്ട, സാധാരണ കേസുകളിൽ പോലും ഒരു ഘട്ടത്തിൽ പെൺകുട്ടികൾ പതറിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. ഞാൻ ഈ വക്കീൽ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവത്തിൽ കണ്ടു. അപ്പോൾ ഏത് ഭാഗത്ത് അവരെ ഉറപ്പിച്ചു നിർത്തുന്നു ആ ഭാഗത്ത് അവർ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് എന്റെ അനുഭവം. ഈ ഹേബിയസ് കോർപ്പസ് പെറ്റീഷനുകളൊക്കെ കൂടുതൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് മാതാപിതാക്കളുടെ കസ്റ്റഡിയിൽ നിന്നാണെങ്കിൽ കുട്ടി എനിക്ക് എന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ പോയാൽ, നേരെ മറിച്ച് കാമുകന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവരെങ്കിൽ എനിക്ക് ഭർത്താവിനോട് പോയാൽ, മറിച്ചുള്ള അനുഭവങ്ങൾ വളരെ അപൂർവത്തിൽ അത്യപൂർവമായിട്ട് മാത്രമേ സംഭവിക്കൂ. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പെൺകുട്ടികളെ മോശപ്പെടുത്തി പറയുന്നതല്ല. നമ്മുടെ പെൺകുട്ടികൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ കഴിവുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്. പക്ഷെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവർ പതറിപ്പോകുന്നു എന്നുള്ളത് സത്യം. അപ്പൊ ഇതുപോലുള്ള കേസുകൾ പ്രത്യേകിച്ചും തീവ്രവാദത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത നിലയില്ലാത്ത കയത്തിലേക്കാണ് മുങ്ങാൻ പോകുന്നത് എന്ന് തോന്നുമ്പോൾ ആ ഘട്ടത്തിൽ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ അതിന് നിയമത്തിനല്ല സാധിക്കും. അവിടെയാണ് ഈ സത്യത്തിൽ കത്തോലിക്ക സഭ പോലെയുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്ന് ഞാൻ പറയും. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ഒരു സ്വയം വിമർശനത്തിന്, ആത്മവിശകലനത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു പെൺകുട്ടി അവൾക്ക് ആരോട് ധൈര്യമായിട്ട് ഈ കാര്യം പറയാൻ കഴിയും? ഞാൻ ഇങ്ങനെ പ്രണയത്തിൽ പെട്ടുപോയി, വിവാഹത്തിന്റെ വാക്കിലെത്തി നിൽക്കും, പക്ഷെ ഈ അവസാന ഘട്ടത്തിൽ എനിക്ക് പിന്തിരിയണമെന്ന് തോന്നും. നമ്മൾ ഈ ആത്മഹത്യക്ക് തൊട്ടുമുമ്പുള്ള ഒരു അവസ്ഥയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഒരാൾ തൂങ്ങി മരിക്കാൻ തീരുമാനിക്കുന്നു, കുടുക്കിട്ടതിന് ശേഷം ഇനി തൂങ്ങണോ വേണ്ട, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ ഒരു ചോദ്യം. ആ ഘട്ടത്തിൽ നമ്മൾ ഒരു കൈത്താങ്ങ് കൊടുക്കുകയാണെങ്കിൽ ഇനി ആത്മഹത്യയിൽ രക്ഷപ്പെടും എന്ന ഒരു തിയറിയുണ്ട്. അതിന് ആത്മഹത്യക്ക് ഒരുങ്ങുന്നവരെ പിന്തിരിപ്പിക്കാനുള്ള, നമ്മുടെ നാട്ടിൽ അത്ര പ്രബലമായിട്ടില്ല, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അതുപോലെ ഒരു സംവിധാനം ഈ പെൺകുട്ടികളെ സംബന്ധിച്ചു. പെൺകുട്ടികൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജിഹാദികളെ കുറ്റം പറയുന്നതിന് മുമ്പായിട്ട് കുടുംബത്തിലെ അന്തരീക്ഷം വളരെ പ്രധാനം.
മുതിർന്ന പെൺകുട്ടികൾക്ക് ശരിയായ രീതിയിൽ അവരുടെ മാതാപിതാക്കളുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്നു. അവരുടെ അമ്മമാർക്ക് ഈ മകൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പെടുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് വീട്ടിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ? അവരുടെ അമ്മമാരെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്, അമ്മമാർക്ക് മക്കളെ ആ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാനിപ്പോ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തല്ലേ, ഈ പാവം പെൺമക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ ഞാനിപ്പോ അവരുടെ അമ്മമാരെ കുറ്റപ്പെടുത്തിയ സംസാരിക്കും. പക്ഷെ ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അപ്പൊ അത് ഇടവക തലത്തിൽ അല്ലെങ്കിൽ രൂപതാ തലത്തിലൊക്കെ ഇതിനൊരു കൃത്യമായ സംവിധാനം ഉണ്ട്. ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുന്ന ആൾക്കാർ, ഈ പെൺകുട്ടികൾക്ക് ആ അവസാന ഘട്ടത്തിൽ ഇവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പ് ലൈൻ, ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ ആ നിർണായക ഘട്ടത്തിൽ ഒരുപക്ഷെ പിന്മാറാൻ ഇവരുടെ ഒരു ശക്തമായ ഇടപെടൽ, അത് ഇടപെടൽ ഒരുക്കാനുള്ള ഒരു സംവിധാനം സഭയുടെ ഭാഗത്തുണ്ടാകും, സമുദായത്തിന്റെ ഭാഗത്തുണ്ടാകും. ഇപ്പൊ ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞ RSS പോലെ എന്തൊക്കെ സംവിധാനങ്ങൾ മതം മാറാൻ താല്പര്യപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മതം മാറിയവരെ തന്നെ തിരിച്ചുകൊണ്ടുവരാനൊക്കെ അവർക്കാരൊക്കെയുള്ള കുറെ കൂടി മസിൽ പവറും മറ്റേ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. കേന്ദ്രത്തിൽ ഭരിക്കുന്നതിന്റെ സൗകര്യമുണ്ട്, പണമുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ സായിരിക്കും. പക്ഷെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ശക്തമായ ഒരു സംവിധാനം അവിടെ ഉണ്ട്. ഇടവക തലത്തിലുണ്ട്, രൂപതാ തലത്തിലുണ്ട്, കുടുംബ യൂണിറ്റുകളുടെ തലത്തിലുണ്ട്. അത് കുറെ കൂടി സുതാര്യമായിട്ടും കുറെ കൂടി സത്യസന്ധമായിട്ടും, സത്യസന്ധത എന്ന് വെച്ചാൽ സാമ്പത്തികമായ സത്യസന്ധത അല്ലേ നോക്കി, കുറെ കൂടി തുറന്ന രീതി, ആളുകൾക്ക് വിശ്വാസം അർപ്പിക്കാവുന്ന ഒരു രീതി, ആ ഒരു രീതിയിലേക്ക് പോകണം. ഞാൻ വളരെ സങ്കടം തോന്നിയ ഒരു സംഭവം ഇപ്പൊ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഇടവകയിലെ മറ്റംഗങ്ങൾ ഇവർക്ക് ധാർമ്മികവും സാമൂഹികവും മായ ഒരു പിന്തുണ നൽകുന്ന ഒരു മനഃശാസ്ത്രപരമായ അന്തരീക്ഷം നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരുണ്ടാകും. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ വളരെ വേദന തോന്നുന്ന ഒരു സംഭവം എന്റെ മനസ്സിൽ ഞാൻ പറയില്ല. വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു ആളെ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് അവിടെ പേരിൽ അങ്ങേയറ്റം ആക്ഷേപിച്ച് സംസാരിച്ച് ആ മനുഷ്യനോട് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് അത് പറയാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ എനിക്ക് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ഇവിടെ എറണാകുളം പരിസരത്ത് ഒരു കത്തോലിക്ക പള്ളിയിൽ നടന്നു, പള്ളിയുടെ പേരോ വൈദികന്റെ പേരോ ആളുടെ പേരോ ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നവരെ, വളരെ സങ്കടം അനുഭവിക്കുന്നവർക്ക് ആ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്ന രീതി, അവരെ സാന്ത്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിചരണവും പെരുമാറ്റവും സഭയുടെ ഭാഗത്ത് അടിമുടി ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വള്ളിക്കാട്ടാച്ചൻ ഈ കാര്യത്തിൽ ഒരു ഉദാസീനത പുലർത്തരുത്. നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറ്റം പറയുന്നതിനൊക്കെ പരിധിയുണ്ട്. പക്ഷേ ഇവിടെ ഷവലിയാർ സെബാസ്റ്റ്യൻ സൂചിപ്പിച്ച പോലെ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ വേദന അനുഭവിക്കുന്ന ആളുകൾ ഈ പുണ്ണിൽ കൊള്ളിവെക്കുന്ന പരിപാടിയിലേക്ക് പോകും. അവർക്ക് എല്ലാ രീതിയിലുള്ള ഒരു പിന്തുണ നൽകണം, ആ കുടുംബത്തിന് നൽകണം, സങ്കടം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് നൽകണം, സഹോദരങ്ങൾക്ക് നൽകണം. പലപ്പോഴും ഇവര് വേണമെന്ന് വിചാരിച്ചാൽ പോലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ വൈപ്പിക്കരയിലുള്ള ഒരു ക്രിസ്ത്യൻ സ്ത്രീ എൻ്റെ അടുത്ത് മയക്കുമരുന്ന് കേസിൽപ്പെട്ടു. അവരുടെ മകൻ, കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് നമ്മുടെ പിതാവ് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യത്തിൽ മയക്കുമരുന്ന് കേസിൽപ്പെട്ടു. ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, കഞ്ചാവും അല്ല, അതിനൊക്കെ കൂടിയ സാധനങ്ങൾ, ഹെറോയിനും LSD പോലത്തെ എന്തോ സാധനങ്ങൾ പിടിച്ചു. അപ്പൊ ആ അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ സാറേ അവൾക്ക് ജാമ്യം കിട്ടാണ്ട് നോക്കണം. വൈപ്പിക്കരയിലെ കൊള്ളാവുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. ഈ പെൺകുട്ടിയുടെ പിതാവ് കുറച്ചൊരു ഉദാസീനതക്കാരനായി, അവരുടെ വല്യപ്പനും ഇളയപ്പനൊക്കെ നല്ലതല്ലല്ലോ. പക്ഷെ അവരുടെ ഭാഗത്ത് യാതൊരു പിന്തുണയും ഇവർക്ക് കിട്ടുന്നില്ല. ആർക്ക്? ഈ അമ്മയ്ക്ക്, ഈ പെൺകുട്ടിക്ക് കിട്ടുന്നില്ല. ആ അമ്മയുടെ ആഗ്രഹം എന്റെ മകൾക്ക് ജാമ്യം കിട്ടരുതേ, ജാമ്യം കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. കാരണം ഇവളെ ജാമ്യത്തിലാക്കാനായിട്ട് മറ്റേ ഈ കുബുദ്ധികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കുൽസിത പ്രവർത്തികൾ. കാരണം അവൾ തിരിച്ചു വന്നാലും അവളുടെ ജീവന് യാതൊരു സുരക്ഷിതത്വം, കാരണം അത്ര വലിയ ലാർജ് ക്വാണ്ടിറ്റിയാണ് ഈ പിടിച്ചിട്ടുള്ള മയക്കുമരുന്ന്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഇവരെ പിന്തുണക്കുന്നില്ല, പള്ളി ഇടവക പിന്തുണക്കുന്നില്ല, ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ബിഷപ്പ് ആ നിലത്തിൽ കാര്യങ്ങൾ എത്തുന്ന പോലും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു സാമൂഹ്യമായ, ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ രാഷ്ട്രീയ വിഷയമാണ്, സാമൂഹ്യവും ധാർമ്മികവും ആയ ഒരു വലിയ വൈതരണി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശമാകുന്നുണ്ട്, കൂടുതൽ പറയുന്നില്ല. വളരെ വളരെ ദുഃഖകരമായ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ, വളരെ കനം നിറഞ്ഞ ഹൃദയത്തോടാണ് ഞാനിത് പറയുന്നത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഒരു ഭാരം നിറഞ്ഞ ഹൃദയത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഏതെങ്കിലും ഒരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ വക്താവായിട്ടല്ല. നമ്മുടെ അനുഭവത്തിൽ കാണുന്ന കാര്യം, നമ്മുടെ ബോധ്യത്തിൽ ഉള്ള കാര്യം ഒട്ടും തന്നെ സന്തോഷകരമല്ല. കേരളത്തിന്റെ പൊതുസമൂഹം
വളരെ രോഗഗ്രസ്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലെ കത്തോലിക്ക സഭ കാര്യമായി ഗൗരവതരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പല അൽമായരും ഈ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. ഇതിന് പക്ഷേ കൂട്ടായ ഒരു തീരുമാനവും ശക്തമായ ഒരു സംവിധാനവും രൂപപ്പെടുത്താനായിട്ട് സമയമെടുക്കുമെന്ന് സത്യമാണ്. അങ്ങ് പറഞ്ഞതുപോലെ 5 വർഷം മുമ്പായിരുന്നു ഈ കാര്യം അവതരിപ്പിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞതാണ് വളരെ കൃത്യമായി. പക്ഷെ നമ്മൾ നേരത്തെ കേട്ട മാർ പാംപ്ലാനിയുടെ പ്രസംഗം എന്ന് പറയുന്നത് 2 വർഷം മുമ്പ് വന്നൊരു പ്രസംഗമാണ്. 2 വർഷം മുമ്പ് ഇത്രമാത്രം ശക്തമായ അൽമായര് ഒരുമിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അന്നാണ് അൽമായര് നമ്മൾ ഒരുമിച്ച് വരണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതും സഭയോട് ചേർത്ത് വരാൻ തുടങ്ങിയതും. ഫാദർ വള്ളിക്കാട്ട്, അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, വളരെ പ്രസക്തമാണ്. ഈ വിഷയങ്ങൾ വെച്ചിട്ട് സഭയിൽ ഈ രീതിയിലുള്ള ഒരു അതായത് വീട്ടിനുള്ളിൽ തന്നെ പെണ്ണിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അവൾ വേലിയുടെ അടുക്കൽ എത്തുന്നത് വരെ നമുക്ക് സുരക്ഷ ഉറപ്പിക്കാൻ പറ്റും. അത് വേലിയുടെ പുറത്തേക്ക് വെക്കഴിഞ്ഞാൽ പിന്നെ പറ്റുകയില്ല. അപ്പൊ വേലിയോളം അവളെ കാത്തു പരിപാലിക്കുവാനായി സഭയില് ഏതെങ്കിലും ഒരു മാർഗം ശക്തമായ രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഏതെങ്കിലും നടപടികൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രതിസന്ധി നമുക്ക് നേരിടാറുണ്ടോ നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ? എനിക്ക് തോന്നുന്നു നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം, ഇന്നിപ്പോ ജയശങ്കർ സാർ ഇവിടെ സംസാരിച്ചപ്പോ ഇനിയിപ്പോ ഒത്തിരിയൊന്നും നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ആവശ്യമില്ല. ഇത് നമ്മൾ ഒരു യാഥാർത്ഥ്യം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാലാണല്ലോ അതിന്റെ ഇനി എന്താണ് പ്രതിവിധി എന്നുള്ളതിനെ സംബന്ധിച്ച്. ഒരു കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഒരുപക്ഷെ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ സഭയ്ക്കുള്ളിൽ തന്നെ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരിടുന്ന ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും ചില ജാഗ്രത ആവശ്യമുണ്ട് എന്നുള്ള ഒരു കാര്യം അത് സഭ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് കാരണം അതിനെ ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് ആണെങ്കിൽ അവരതിനെ അഡ്രസ് ചെയ്യില്ല. സാമുദായിക വിഷയമാണെങ്കിൽ അത് മറ്റൊരു സമുദായത്തെ ബാധിക്കുന്നതും അവരുമായിട്ട് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് തുടരുത് എന്നുള്ള ഒരു നിലപാട് സഭയ്ക്കുള്ളിൽ നിന്ന് വരും. അങ്ങനെയെല്ലാം നമ്മളെപ്പോഴും ഈ ജോസഫ് സാറിന്റെ കൈവെട്ടിയ അവസരത്തിലൊക്കെ നമുക്കറിയാം, സഭ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വളരെ പലപ്പോഴും ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വളരെ നിസ്സഹായരായി പോകും. കാരണം ഇവിടുത്തെ സമുദായത്തിന്റെ ആ ഒരു നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പലപ്പോഴും ഏകപക്ഷീയമായിട്ട് തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം മറ്റാരേക്കാൾ കൂടുതൽ സഭയ്ക്കുള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നു. അത് നല്ലതുമാണ്. പക്ഷേ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ തുറന്ന ചർച്ചകൾക്കും ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചും അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും നമ്മൾക്ക് വേണ്ടത്ര ഒരു അവബോധം നമ്മളുടെ എല്ലാ തലങ്ങളിലും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ സഭ പോലും ഇത്തരം വിഷയങ്ങളെ വളരെ വളരെ ചെറിയ പ്രശ്നങ്ങളെ മാത്രമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് ജയശങ്കർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മള് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 10 വർഷത്തിന് മുൻപ് തന്നെ ഇവിടെ ലവ് ജിഹാദ് എന്നുള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ലവ് ജിഹാദിനെ ലവ് ജിഹാദായിട്ട് മാത്രം അഡ്രസ്സ് ചെയ്യാൻ പ്രയാസമുണ്ട് എന്നുള്ളതാണ് വിഷയം. അതിനുശേഷം നമ്മൾക്ക് മനസ്സിലായി ഇതൊരു സമഗ്രതല സ്പർശിയായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത്. പക്ഷെ അതുകൊണ്ടും നമ്മൾക്ക് പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഒരു തുറന്ന ചർച്ചയിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എന്നുള്ള ഒരു തലത്തിലേക്ക് സഭ എത്തിയിട്ടുണ്ട്. സമൂഹവും കുറെയൊക്കെ അതിനോട് ഒരു തുറന്ന മനസ്ഥിതി കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾ പലതും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ച നമ്മളുടെ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമത്തിൽ ഒരു ദൃശ്യമാധ്യമത്തിൽ സാധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരൊക്കെ അതിനു മുമ്പ് തന്നെ ചില നിലപാടുകൾ എടുത്തു കഴിഞ്ഞു. അവരെ ആകെപ്പാടെ ഇവിടെ ഒരു രാഷ്ട്രീയ ഒരു സമഗ്രാധിപത്യത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ അത്തരം പ്രവണതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റി ഒരു ചർച്ചയുണ്ടായാൽ അത് ഇന്ത്യയിൽ ആകെ അങ്ങനെയുള്ള ഒറ്റ പ്രസ്ഥാനമേ ഉള്ളത് BJP ആണെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ BJPയെ പറ്റി മാത്രവും RSSനെ പറ്റി മാത്രവുമുള്ള ചർച്ചകളെ നമ്മൾ കേൾക്കുകയുള്ളൂ.
എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ RSSനെ പറ്റി കേൾക്കുമ്പോഴും ബി ജെ പിയെ പറ്റി കേൾക്കുമ്പോഴും എനിക്ക് ഇത്രയും ഭയമില്ല. കാരണം എനിക്ക് ഒരുപാട് ഹിന്ദുക്കളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ പഠിച്ചതും ജീവിച്ചു വളർന്നതുമായ സാഹചര്യങ്ങളിലെല്ലാം. എന്ന് മാത്രമല്ല, സെമിനാരിയിൽ തന്നെ ഒരു 5-8 വർഷം, ഒരു 7 വർഷം നമ്മൾ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഒക്കെ വളരെ തുറന്ന ഒരു ബന്ധത്തിന്, ഒരു ഡയലോഗിന് ഉള്ള സാധ്യത നമ്മൾക്ക് പരിശീലനം കിട്ടുന്നുണ്ട്. ഹൈന്ദവ മതത്തിന്റെ മിക്കവാറും എല്ലാ തലങ്ങളെയും പറ്റി, അതിന്റെ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള തലങ്ങളെ സംബന്ധിച്ച്, അതിന്റെ മറ്റ് വിശ്വാസധാരകളെ സംബന്ധിച്ചൊക്കെ മിക്കവാറും ഒരു ക്രൈസ്തവ പുരോഹിതന് നന്നായിട്ടറിയാം. അതേസമയം നമ്മൾ അങ്ങനെ ഗൗരവതരമായിട്ടുള്ള ഒരു തുറന്ന പഠനം ഇസ്ലാമിനെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മളുടെ സെമിനാറുകളിൽ നടക്കുന്നില്ല. അത് വളരെ ചെറിയ തോതിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു നല്ല വശം മാത്രം കാണുകയും അതിന്റെ ഇത്തരം ഈ മതത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകളോ അങ്ങനെയുള്ള ഒരു സാധ്യതകളോ ഒന്നും നമ്മളുടെ ഒരു 80% വൈദികരുടെയും ചിന്താമണ്ഡലത്തിലേക്ക് കടന്നു വരികയോ ചെയ്യുന്നില്ല. അത് ഒരു പ്രതിബന്ധമാണ് ഇത്തരം പ്രശ്നങ്ങളെ പലപ്പോഴും നമ്മൾക്ക് അതിന്റെ ഒരു സമഗ്രതയിൽ മനസ്സിലാക്കുന്നതിന്. ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയട്ടെ. നമ്മൾ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ഏതാണ്ട് 2014 മുതൽ 20 അവസാനം വരെയും ഓൾമോസ്റ്റ് POCയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, KCBCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും നേരിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. പല വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പല സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം പലപ്പോഴും ഇത്തരം ഇരകൾക്ക് ലഭിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും അന്വേഷണങ്ങൾ നടത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, പലപ്പോഴും ഒരു ഒറ്റ കേസിൽ പോലും നമ്മൾക്ക് ഇന്ന് വരെ ഒരു അനുഭവമില്ല ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹകരണം കിട്ടിയെന്ന് പറയുന്ന ഒരൊറ്റ കേസ് പോലും നമുക്കുണ്ടായിട്ടില്ല. എല്ലാം ഏതെങ്കിലും തരത്തിൽ പോലീസിൽ ഇതിനെ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അതിനെ ഏതെങ്കിലും തരത്തിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയെ അവർക്ക് പ്രായമുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രായമില്ലാത്തതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പോക്സോ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് മറ്റു മാർഗങ്ങളുണ്ട്. അതേസമയം 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഇന്നത്തെ പൊതു നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പ്രയാസമാണ്. ഇതൊരു ലവ് മാരേജിന്റെ പ്രശ്നമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരം ധാരാളം വിവാഹങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന്റെ തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അവര് നന്നായിട്ട് ജീവിക്കുന്നത് കാണുകയും കുടുംബങ്ങളൊക്കെ തമ്മിൽ ആദ്യത്തെ ആ ഒരു പ്രയാസങ്ങളൊക്കെ മാറി പിന്നീട് നല്ല രീതിയിൽ വരികയും ഒക്കെ ചെയ്യുന്ന എത്രയോ ബന്ധങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും പോലും ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് മറ്റ് ചില ലക്ഷ്യങ്ങളോടെ ഇത്തരം ചില പരിപാടികൾ നടപ്പാകുന്നു. വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന രീതിയിൽ അതിന് തുടക്കം കുറിക്കുകയും കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിന് ഒരു സംഘടിത രൂപം തന്നെ കൈവരുകയും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ വലിയ തോതിൽ സംഘടനയുടെ ബലം ഉപയോഗിച്ച് തന്നെ അതിനെല്ലാം തടയിടുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ സ്വന്തം അപ്പൻ പോയി നിസ്സഹായനായിട്ട് നിൽക്കുന്നത്, അമ്മ പോയി നിസ്സഹായമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് പോയി നിസ്സഹായനായിട്ട് നിൽക്കുന്നത്, കുഞ്ഞുങ്ങൾ നിസ്സഹായരായിട്ട് നിൽക്കുന്നതൊക്കെ കൺമുമ്പിൽ കാണേണ്ട സാഹചര്യമാണ് നമ്മൾക്ക് ഉള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ലവ് ജിഹാദ് ഒരു പ്രശ്നമാണെന്ന് പറയുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മളുടെ പല വിഷയങ്ങളും നമ്മളുടെ കുടുംബങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ കുടുംബങ്ങൾ അത് ഭദ്രമല്ല എന്നുള്ള ഒരു ചിന്ത മാതാപിതാക്കളുടെ ഇടയിലും നമ്മുടെ സമുദായത്തിലും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും സഭയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് കൂടി ചെയ്താൽ കുറച്ചുകൂടെ ഫലപ്രദമായി ഈ ഒരു വിഷയത്തെ നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത എനിക്ക് തോന്നുന്നു ഇനിയും മുന്നോട്ട് ഏറെ ദൂരം പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് നമ്മളിപ്പോൾ സാമൂഹ്യമായ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് നമുക്ക് വ്യക്തമല്ലെങ്കിലും ധാരാളം മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് വളരെ സൽസ്വഭാവികളായ മതനേതാക്കൾ, അവരും അവരുടെ സംവിധാനങ്ങളും ഇത് നമുക്ക് ചർച്ച ചെയ്യാമെന്നും ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും ഒക്കെ പറഞ്ഞ്
മുന്നിട്ട് വരുന്ന പല വീഡിയോകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പലരും മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചേർന്ന്, അതായത് വിവിധ മതവിഭാഗങ്ങളിലുള്ള കാര്യം, പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയാണല്ലോ, കാരണവന്മാരാണ് തീരുമാനിക്കുന്നത് ഈ അതിർപരമ്പുകൾ നമുക്ക് ഭേദിക്കേണ്ടാന്ന്. അന്ന് തീരുമാനിച്ചു, അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ പോയി. ഇന്ന് കേരളം അങ്ങ് വിശാലമായി, കാരണം നമുക്ക് അതിരുകൾ വളരെ പെട്ടെന്ന് വലുതായി. അത് കാരണമാണ് നമുക്കിപ്പോൾ ഈ ഒരു പ്രശ്നം നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ, വ്യത്യസ്ത മതങ്ങളിലെ നേതാക്കന്മാർ ഒരുമിച്ച് വന്നാൽ, ഇപ്പോൾ ഈ വാഗ്ദാനങ്ങൾ പറയുന്നവരും നമുക്കിത് തുറന്ന് ചർച്ച ചെയ്യാമെന്ന് പറയുന്നവരും ഒരുമിച്ച് വന്നാൽ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് അച്ഛനൊരു പ്രതീക്ഷയുണ്ടോ? അതാണ് ഇനിയിപ്പോ നമ്മൾക്കുള്ള ഒരു പ്രതീക്ഷ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഒരു വലിയ പെർസെന്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ആശയതലത്തിൽ ഒരു വലിയ കുറെ അധികം, ഒരു 10-20% വരെ ആളുകൾ ഇത്തരം ചിന്താഗതി നല്ലതാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ അതിന്റെ ഒരു സംഘടനാ തലത്തിലേക്കോ സംഘടിത രൂപങ്ങളിലേക്കോ ഒക്കെ വന്നിട്ടുള്ളത് വളരെ കുറച്ചു പേരാണ്. ഇന്നും ഞാൻ വിചാരിക്കുന്നു ഭൂരിഭാഗം മുസ്ലിങ്ങളും ഇത്തരം വിഷയങ്ങളൊന്നും അവർ ഗൗരവമായി ചിന്തിക്കുന്ന വിഷയമാണെന്ന് തോന്നുന്നില്ല. അവർ പഴയതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഗ്രാമങ്ങളെയും ഗ്രാമജീവിതത്തെയും ഒക്കെ കാണുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരും, നാളെയും നമ്മുടെ ഇവിടെ ഒരു നല്ല സൗഹാർദ്ദപരമായ ഒരു നിലനിൽപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അയൽപക്ക ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ആളുകൾ ധാരാളം ഉണ്ട് നമ്മളുടെ ഈ മുസ്ലിം സമുദായത്തിൽ. ഞാൻ മുമ്പൊരിക്കൽ ഞാൻ ഇക്കാര്യം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അതിൽ ഒരു വലിയ വിഭാഗം രാഷ്ട്രീയമായിട്ടാണെങ്കിൽ വളരെ മിതവാദം പുലർത്തുന്ന ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള വിഭാഗങ്ങൾ, അല്ലെങ്കിൽ സാമുദായികമായി അത്തരം ഇപ്പോൾ സുന്നി വിഭാഗത്തിൽ തന്നെ വളരെ ഇങ്ങനത്തെ റാഡിക്കലൈസ് ചെയ്യപ്പെടാത്ത എത്രയോ നല്ല ചിന്തകരായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള ആളുകളും മത നേതാക്കളും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടെ ഒരു തുറന്ന മനോഭാവം കാണിക്കുകയും നമ്മളുടെ മതത്തിന്റെ അവരുടേതായ തലങ്ങളിലുള്ളവരും അങ്ങനെ ഒന്ന് ഒരുമിച്ച് വരികയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്താൽ അത് താഴെ തട്ടിലേക്കും അതിന് വലിയ സ്വാധീനമുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജയശങ്കർ സാറിന്റെ മുഖത്ത് വന്ന പുഞ്ചിരിയിൽ അങ്ങ് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ ആഗ്രഹിച്ചോ? അങ്ങ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കേൾക്കണമെന്നുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ വള്ളിക്കാട്ടച്ഛൻ സൂചിപ്പിച്ചത്. ഈ അതിലെ മിതവാദ സമീപനം പുലർത്തുന്ന ശക്തികളെല്ലാവരും തന്നെ ഈ ഡയലോഗിന് തയ്യാറാണ്. മാത്രവുമല്ല, ഇവിടെ സലഫി ചിന്താഗതി ഈ സൈദ്ധാന്തിക തലത്തിൽ തന്നെ എതിർക്കുന്നവരാണ് സുന്നി വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതർ. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 90% കൂടുതലും സുന്നികളാണ്. പക്ഷെ ഈ തീവ്ര ചിന്താഗതിക്കാർ സൈദ്ധാന്തിക തലത്തിൽ തന്നെ 10% കുറവേ ഉള്ളൂ. അതിനെ പ്രായോഗിക തലത്തിൽ അക്രമത്തിലേക്കൊക്കെ നയിക്കുന്നവർ വളരെ വളരെ സൂക്ഷ്മ ന്യൂനപക്ഷമാണ്. പക്ഷെ ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ഈ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള പാരസ്പര്യവും കേവല ധാരണയോ ആശയ ഐക്യമോ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. കത്തോലിക്ക സഭയും മറ്റു ഓർത്തഡോക്സ് സഭയും അല്ലെങ്കിൽ യാക്കോബായ സഭയും തമ്മിലുള്ള ബന്ധമല്ല ഇവർ തമ്മിലുള്ളൂ. ഇവർ തമ്മിൽ പരസ്പരം എതിർക്കുകയും ചെറുക്കുകയും ഇതല്ല ശരിയായ മുസ്ലിം മറ്റതാണെങ്കിൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സമുദായത്തിൽ തന്നെയുള്ള മറ്റ് വിഭാഗങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ നിരവധി അനവധി പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ അത്ഭുതകരമായ വിധം വലുതാണ് അവരുടെ എണ്ണം. ഈ പ്രസിദ്ധീകരണങ്ങൾ മാസികകളായിട്ട് വാരികകളായിട്ട് ഉണ്ട്. ഓരോ വിഭാഗത്തിനും ഓരോ പത്രമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓരോ പ്രസിദ്ധീകരണവും കൂടുതൽ സ്ഥലം ചെലവഴിക്കുന്നത് എതിർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അന്യവിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ താഴ്ത്തിക്കെട്ടാൻ, അവരെ അവഹേളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോ അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. ചെറിയ ഗ്രൂപ്പുകൾക്ക് പോലും വലിയ തോതിൽ ഒറ്റപ്പാടുണ്ടാക്കുക. അതിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ 0.1% പോലും മുസ്ലിം സമുദായത്തിൽ അംഗീകാരം. പക്ഷേ ഈ ചിന്താ പദ്ധതികളെ സ്വാധീനിക്കാൻ ഇവർക്ക് വലിയ കഴിവാണ്. അവിടെയാണ് അതിന്റെ പ്രശ്നം എടുക്കുന്നത്. ഈ ലീഗുകാരൻ വിചാരിച്ചാൽ കൂടിയ ആളുടെ ഭാര്യയും പിള്ളേരെ മാത്രമേ ബോധവൽക്കരിക്കാൻ. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വിചാരിച്ചാൽ ആ ലീഗുകാരെന്നല്ല മാർക്സിസ്റ്റുകാരായ മുസ്ലിങ്ങൾ പോലും ആ ഒരു ഇതിലേക്ക് സ്വാധീനിക്കാൻ ഇവർ പറയുന്നതാണ് സത്യം എന്ന് അവരെ ബോധ്യപ്പെടുന്ന വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്ക് സാധിക്കും. അത് മറ്റു സമുദായങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരെ പോലും ഇവർ ഈ രീതിയിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭയങ്കരത, അതിന്റെ ആസുര സ്വഭാവം നമുക്ക്
മനസ്സിലാവും. ഞാൻ പറഞ്ഞ ആ രീതി ഞാനിത് എല്ലാ വിഭാഗക്കാരോടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാൻ ഈ ലിറ്ററേച്ചറൊക്കെ വായിക്കുന്ന ആളാണ്. ഇവർ എഴുതിയത് മാത്രമല്ല എഴുതാത്തതും ഒറ്റ വായനയിൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എഴുതിയത് മാത്രം മനസ്സിലാക്കാനാണെങ്കിൽ ഏത് പൊട്ടനും സാധിക്കും. അങ്ങനെയല്ല, എഴുതിയതല്ല, അതിന്റെ പുറകിൽ അവർ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ, അതാണ് ആവൽക്കരം. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരിക്കലും അക്രമത്തിനെ ഒരുപ്പെടുന്നവരാണ്. ഇവര് വളരെ ബുദ്ധിമാന്മാരാണ്. കാരണം അക്രമത്തിന് ഒരുപ്പെട്ടാൽ വീട്ടിൽ പോലീസുകാരെ അന്വേഷിച്ച് വരും എന്ന് അവർക്കറിയാം. എന്നാൽ ഇവർ വളരെ സൂത്രക്കാരാണ്. അവരുടെ ഈ സാഹിത്യം വായിച്ചിട്ട് അവരുടെ സിദ്ധാന്തം പഠിച്ചിട്ട് മറ്റാളുകൾ ആക്രമണത്തിന് പോയി പോപ്പുലർ ഫുഡുകാരൊക്കെ ചെയ്യുന്ന ബോധമില്ലായ്മ കാണിക്കും. അവരുടെ വീട്ടിലും പോലീസ് അന്വേഷിക്കും. ഇതാണ് ഇവരുടെ പ്രത്യേകത. ഒരേ സമയത്ത് ഈ വിവേകശാലികളുമാണ് സൂത്രശാലികളുമാണ്. ഇവരുടെ സൂത്രത്തിൽ മറ്റുള്ളവർ കുടുക്കിപ്പോയി, അവർ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പോയി. എന്നാൽ ഇവർ ഒരിക്കലും ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതൊക്കെ വേറൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു ഘട്ടത്തിലാവാം. തീർച്ചയായിട്ടും. അഡ്വക്കേറ്റ് ബി സി സെബാസ്റ്റ്യൻ സാർ, അങ്ങയോടാണ് ഈ ചോദ്യം ചോദിക്കാനുള്ളത്. അൽമായൻ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരം ഡയലോഗുകളും അതുപോലെ തന്നെ ഭരണതലത്തിലുള്ള ചില ഇടപെടലുകളും മുന്നോട്ട് വരുന്നത് കൊണ്ട് ഈ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച കല്ലറങ്ങാട്ട് പിതാവിന്റെ പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം ആടുകളോട്, സ്വന്തം അല്ലെങ്കിൽ രൂപതയിലെ ജനങ്ങളോട് പറഞ്ഞ ഈ ഒരു സന്ദേശം, അത് എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഓപ്പണിംഗ്, ഇത് വളരെ പ്രതീക്ഷ നൽകുന്നതായി എനിക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു അവസരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മുന്നേറാൻ സാധിക്കുമെന്നും ഈ വിഷയങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ബന്ധങ്ങളിൽ പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ നമുക്ക് സ്വീകാര്യമല്ല. അപ്പോൾ എല്ലാ മതങ്ങളിൽപ്പെട്ട മുതിർന്ന നേതാക്കളുടെയും ഐക്യത്തോടു കൂടിയും സർക്കാരിന്റെ സഹായത്തോടു കൂടിയും നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ട ജോസഫ് ദാസ് ചോദിച്ച ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട വള്ളിക്കാട്ടച്ഛനും അനിയൻകുഞ്ചു സാറും അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ പങ്കുവെച്ച നല്ല ആശയങ്ങള് ഈ ചർച്ചയുടെ ഏറ്റവും കരുത്തായ ഭാഗമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക സഭ എപ്പോഴും അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ആഗോള തലത്തിലുള്ള സഭയുടെ നിലപാടുകളെല്ലാം ഒരു അക്രമത്തിൻ്റെതോയോ ഒരു വിദ്വേഷത്തിൻ്റെതോ ആയിട്ടുള്ളതല്ല. അത് സ്നേഹത്തിന്റെ പങ്കുവെക്കലാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ 2001 സെപ്റ്റംബർ 11 വരെ നടന്നിട്ടുള്ള ചില ഭീകരവാദ ആക്രമണങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചത്. പക്ഷെ ഈ 2000-ന് ശേഷമുള്ള ഈ 2 പതിറ്റാണ്ടുകളാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കാലഘട്ടം എന്നുള്ളത് നമ്മൾ പ്രത്യേകം സ്മരിക്കുക. അന്ന് നടന്നിട്ടുള്ള പല അക്രമങ്ങളും ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അടുത്ത ഭാഗത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അന്ന് നടന്ന പല അക്രമങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോയി ഏതെങ്കിലും ഒരു രാജ്യത്തേക്കുള്ള അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. 2000-ന് ശേഷം വന്നിരിക്കുന്ന വലിയൊരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ടുള്ള അക്രമങ്ങൾക്കാണ്, ഭീകരവാദ അക്രമങ്ങൾക്കാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഇതിന് കാരണം എന്താണ്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹങ്ങളാണ്. ഈ അഭയാർത്ഥി പ്രവാഹങ്ങൾ പലായനം വന്നു കഴിഞ്ഞപ്പോഴേ അവരെ എല്ലാവരെയും ഒരു മനുഷ്യത്വമായ പരിഗണനകളിൽ സ്വീകരിച്ചവരാണ് ക്രൈസ്തവ സമൂഹം, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ക്രൈസ്തവ സമൂഹം. ഈ അഭയാർത്ഥികൾ ആരും അവരുടെ സ്വന്തം മതത്തിൽപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിലേക്കും സാമ്രാജ്യങ്ങളിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കൊന്നും പോയില്ല. അവരെല്ലാം സ്വീകരിച്ചത് ക്രൈസ്തവ മജോറിറ്റിയുള്ള രാജ്യങ്ങളായിരുന്നു. ക്രൈസ്തവ സാമ്രാജ്യങ്ങളല്ല, ക്രൈസ്തവ രാജ്യങ്ങളല്ല, ക്രൈസ്തവർ മജോറിറ്റിയുള്ള രാജ്യങ്ങളായിരുന്നു. കാരണം ക്രൈസ്തവ രാജ്യം എന്ന് പറയുമ്പോൾ അതിന്റെ നിയമങ്ങളെല്ലാം അതിൻ്റെതായ രീതി പോകേണ്ടത്. ഇതല്ല, ജനാധിപത്യ സ്വഭാവമുള്ള ക്രൈസ്തവ മജോറിറ്റിയുള്ള രാജ്യങ്ങളായിരുന്നു. അവിടെ പങ്കുവെച്ചത് സ്നേഹവും കരുണയും അനുരഞ്ജനവും സമാധാനവുമാണ്. പക്ഷെ അവിടങ്ങളിലാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന പല ഭീകരവാദ അക്രമങ്ങളുടെയും അടിസ്ഥാനമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അതിന്റെ ചില പതിപ്പുകള് 2000-ന് ശേഷം നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ സൂചിപ്പിച്ചത്, അതിനു മുമ്പ് വളരെ അനുരഞ്ജനവും സ്നേഹവും സമാധാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്റെയും
ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ചെറുപ്പത്തിൽ ഇല്ലായിരുന്നു. ആരെയാണ് വിദ്വേഷത്തോടെ കണ്ടിരുന്നത്? എല്ലാവരും പരസ്പരിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു കാലഘട്ടവും ഈ കേരളത്തിന് വേണ്ടി നമുക്കുണ്ടായിരുന്നു. അപ്പൊ ആരാണ് നമ്മളെ എല്ലാം ഈ അകറ്റി നിർത്തിയത് എന്നുള്ളതാണ്. അവിടെയാണ് മതം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭീകര പ്രസ്ഥാനങ്ങള് രൂപപ്പെട്ടു വന്നിരിക്കുന്നതിന്റെ അച്ഛൻ സൂചിപ്പിച്ച ആ മുഖങ്ങള്. നേരത്തെ ഇവിടെ പറഞ്ഞ ഇതിനെല്ലാം നിയമപരമായിട്ട് നേരിടാൻ സാധിക്കുമോ? നിയമം കൊണ്ടുവന്ന ഇതെല്ലാം പരിഹാരമാകുമോ? നിയമമില്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാണോ ഇവിടെ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്? നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ച 2 പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു. മിസ സിദ്ദിഖ് ആൻഡ് ഷിഫ ഹാരിസ് എന്നാണ് അവരുടെ പേര്. ഇവരെ 2 പേരും കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കണ്ടുപിടിച്ച കാര്യം. പക്ഷെ നിയമത്തിന്റെ കുറവ് കൊണ്ടാണ് ഇവരുടെ കണ്ടുപിടുത്തം വൈകിയത്. ഇത് ആരാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത്? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. 990 ഇവരെ സിഗരറ്റ് ബോംബ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു മുൻ DGP ആണ്. 996 കല്ലലുണ്ടി പാലത്തിൽ ബോംബ് വെച്ചിരിക്കുന്നതിന്റെ ചരിത്രം പറഞ്ഞതും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. പല കോയമ്പത്തൂർ സ്ഫോടനം, മാറാട് കലാവും, വാഗമൺ ചർച്ചകള്, ട്രെയിനിങ്ങുകള്, ഇതെല്ലാം നടന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥകളും നിയമ സംവിധാനവും അറിയാതെയല്ല. എന്തിനേറെ നമ്മുടെ ഈ കഴിഞ്ഞ DGP റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താ പറഞ്ഞത്? ജോസഫ് ദാസെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മുടെ കേരളം കഴിഞ്ഞ കുറെ നാളുകൾക്കുള്ളില് ഇവിടെ ഭീകര പ്രസ്ഥാനങ്ങളെ താവളമായിട്ട് മാറുന്നു. ശ്രീലങ്കയിൽ നിന്ന് ഉള്ള ഭീകരവാദികളെ അവസാനം കണ്ടുപിടിച്ചത് എന്റെ കേന്ദ്രം പാലക്കാടാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്നുകള് കേരളത്തിന്റെ വിപണികളിലേക്കാണ് വന്നത്. അതിനെയാണ് ബഹുമാനപ്പെട്ട അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് വളരെ വ്യക്തമായിട്ട് മയക്കുമരുന്നിനെതിരെയുള്ള സന്ദേശം നൽകിയത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ട് 20 വർഷത്തിനിടയിലാണ് കേരളത്തിൽ ഈ വലിയ വ്യത്യാസം വന്നത്. ഇപ്പോൾ ഇവിടെ CPM-ന്റെ രേഖയെ കുറിച്ച് പറഞ്ഞു. വളരെ കൃത്യമായ ഒരു പഠനമാണത്. അവർക്ക് പഠനം നടത്തിയപ്പോൾ അവരുടേതായ ചില പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ കാണും. രാഷ്ട്രീയ പാർട്ടികള് ഒരു പരിധിവരെ ഇവിടുത്തെ സാമുദായിക അകൽച്ചയുടെ പ്രധാനപ്പെട്ട കണ്ണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ അകൽച്ചയ്ക്ക് ആക്കം കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. കാരണം അവർക്കൊരു ലക്ഷ്യം മാത്രമുള്ള അധികാരം, വോട്ട് ബാങ്ക്. അതിനുവേണ്ടി ആരെയെല്ലാം ഭിന്നിപ്പിച്ച് നിർത്താവോ അതൊക്കെ ചെയ്യും. ഇവിടുത്തെ പ്രൊഫഷണൽ കോളേജുകളില് നടന്ന കാര്യമാണ്. ഈ അടുത്ത നാളിൽ നടന്നിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പില് ഈ ജയശങ്കർ സൂചിപ്പിച്ച ഒരു സ്വതന്ത്ര സംഘടന വന്നു. ആ സംഘടനയിൽ ഒരു മതവിഭാഗം മാത്രമേ ഉള്ളൂ. അവര് സ്വതന്ത്ര സ്വഭാവത്തിൽ കാണിക്കുകയാണ്. അതിന്റെ പതിപ്പുകൾ മറ്റു കോളേജുകളിലേക്ക് വരുന്നു. കഴിഞ്ഞ 2021 ഫെബ്രുവരി തൊട്ട് കേരളത്തിലെ വിവിധ തലങ്ങളിൽ ഓൺലൈനിലൂടെ ഇതിന്റെ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു വരികയാണ്. കത്തോലിക്ക സഭയ്ക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ തുറന്നു പറയാം. കേരളത്തിലെ സ്റ്റുഡൻസ് പൊളിറ്റിക്സിനെതിരെ കേസ് ഫയൽ ചെയ്ത് കത്തോലിക്ക സഭയിലെ ചില മാനേജ്മെന്റുകളും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലുള്ള സത്യവാൻ സാർ എന്ന് പറഞ്ഞ സാറും കൂടിയായിരുന്നു. എന്താണ്? കേരളത്തിലെ കോളേജുകളിലെ രാഷ്ട്രീയം നിരോധിക്കണം. കോടതി പറഞ്ഞു രാഷ്ട്രീയം നിരോധിച്ചു. അവസാനം എന്ത് സംബന്ധിച്ചു? അരാഷ്ട്രീയം രൂപപ്പെട്ടു വന്നു. ആ ഗ്യാപ്പിൽ ഇന്നത്തെ യുവതലമുറയെ കീഴടക്കിയത് ഇപ്പോൾ സൂചിപ്പിച്ച തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആളുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയും എന്താ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത്? അതിന്റെ ചില പതിപ്പുകളും സൂചനകളുമാണ് അവസാനം തങ്ങൾക്കും അത് ബാധകമാകുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് CPM-ന്റെ ഒരു രേഖ വന്നിരിക്കുന്നത്. അത് തീവ്രവാദത്തിനെതിരെയുള്ള രേഖ എന്ന് മാത്രമല്ല, സ്വന്തം സംഘടനയിലെ അണികൾ വരെ ഇതിനകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാറ്റത്തിന്റെ കാലത്തുകൂടിയാണ് ഈ 2 പതിറ്റാണ്ടായിട്ട് 20 വർഷമായിട്ട് നമ്മൾ പോകുന്നത്. ഇത് പെട്ടെന്ന് ഏതെങ്കിലും 2 പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ടോ, ഏതെങ്കിലും 2 സ്വാമിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ടോ, ഏതെങ്കിലും 2 തങ്ങളുമാർ ഒരുമിച്ചൊരു പ്രസ്താവന നടത്തിക്കൊണ്ടോ പരിഹരിക്കപ്പെടില്ല. മറിച്ച് ഒരു ടോട്ടൽ ചേഞ്ചസ് എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റികളും രൂപപ്പെട്ടു വരണം. അതിന് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഭരണത്തിലുള്ളവരും
നിയമനിർമ്മാതാക്കളും ഒക്കെ പങ്കുചേരണം. അതിനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് മാത്രം അതിന്റെ കാര്യത്തിൽ ഞാൻ പറയാം. മറ്റു മതങ്ങളെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. നമ്മുടെ സഭയിൽ പോലും ഒന്ന് ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ടെന്ന് ആത്മപരിശോധന നടത്തുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞും നഷ്ടപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ കുടുംബങ്ങളെ സഭയുടെ സംവിധാനങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെടില്ല. ഇവിടെ ഐക്യം രൂപപ്പെടേണ്ടതും സൗഹാർദ്ദം ഉണ്ടാകേണ്ടതും ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളിലാണ്. അത് രൂപപ്പെട്ട് കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതുപോലെ പിന്നെ പല വിഭാഗങ്ങളുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയില് തീവ്രവാദ ഗ്രൂപ്പുകളെ എല്ലാവരും അംഗീകരിക്കുന്നില്ല. പക്ഷെ തീവ്രവാദ ഗ്രൂപ്പുകൾ ചെയ്യുന്ന പല പരിപാടികളെയും അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലയോ എന്ന് പൊതുസമൂഹത്തിൽ വ്യക്തമെങ്കിലും മറ്റുള്ളവരെ നിശബ്ദമായിട്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണും. എത്ര പേര് തള്ളിപ്പറയുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങള്? ആ കമ്മ്യൂണിറ്റിയിലും അധികം പേര് തള്ളിപ്പറയുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികൾ പോലും ഭൂരിപക്ഷമുള്ള ഒരു ജനസമൂഹത്തിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഇതാണ് കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നില്ലേ? എല്ലാ പാർട്ടികളും ഇതാണ് ചെയ്യുന്നത്. ജോസഫ് ദാസ് കരുതുന്നുണ്ടോ പിന്നെ അഭിമന്യ കലാർഘട്ട പിതാവിന്റെ അടുത്തേക്ക് ഓടിയെത്തിയവരെല്ലാം ആത്മാർത്ഥത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് എത്തിയവരാണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്. പറഞ്ഞ ആശയം വളരെ പ്രസക്തമാണെന്നുള്ള പരമാർത്ഥം നിലനിൽക്കെ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഏത് സംവിധാനത്തെ ഉപയോഗിക്കുക? ക്രൈസ്തവ സഭകളുടെ സംവിധാനത്തിനുള്ളിലേക്ക് തീവ്രവാദ ഗ്രൂപ്പുകൾ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അതിനുള്ള വാതിലുകൾ നമ്മൾ അറിയാതെ തന്നെ തുറന്നിട്ടു എന്നുള്ളതാണ് വാസ്തവം. ആ വാതിലുകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഐക്യമായി. ആ ഐക്യമാണ് നമ്മൾ രൂപപ്പെടുത്തി വരേണ്ടത്. ഐക്യത്തോടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. മാതാപിതാക്കൾ സൂക്ഷിക്കണം. ശക്തമായ നിയമ സംവിധാനങ്ങൾ വരണം. നിയമം വന്നാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാൻ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, വ്യക്തികളുണ്ടെങ്കിൽ അതിനും പരിഹാരം വേണം. എല്ലാ മതവിശ്വാസങ്ങൾക്കും അവരുടെ മതത്തിനുള്ളിൽ തീവ്രവാദവും വർഗീയവാദവും വളരുന്നതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കണം. സമ്മർദ്ദം ചെലുത്തി ഒരു പ്രണയത്തെയും വേർപെടുത്തരുത്. സമ്മർദ്ദത്തിൽ ആട്ടി ഒരു പെൺകുട്ടിയെയും പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും നയിക്കുകയും ചെയ്യരുത്. സർക്കാർ ഇടപെടണം. രാഷ്ട്രീയക്കാർ ക്രിയാത്മകമായി സഹകരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചർച്ചയിൽ പങ്കെടുത്ത ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.